പ്രൈസ് ലോർഡ്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 46ാമത്തെ ഓൺലൈൻ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളുള്ള ദേവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വനസൃഷ്ടിക്കായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിട്ടുള്ളത് പാസ്റ്റർ സജി യോഗന്നാനാണ്. പ്രിയ ദേവദാസൻ കുവൈറ്റിൽ നിന്നുമാണ് കടന്നു വന്നിട്ടുള്ളത്. പ്രിയ ദേവദാസന്റെ സ്വദേശം കൊട്ടാരക്കരയാണ്. WMM ഗാർഡൻ ഫെലോഷിപ്പ് എന്നീ ദൈവസഭയുടെ ചർച്ച ശുശ്രൂഷകനായി കുവൈറ്റിൽ സേവനം അനുഷ്ഠിക്കുന്നു. ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലവ് വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും പ്രിയ ദേവദാസിനെ അറിയിക്കുന്നു. ഇന്നത്തെ ഈ മീറ്റിംഗ് സൂം പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഓൺലൈനിലൂടെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസനെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ നല്ല രാത്രിയുടെ സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. പ്രിയ സിറ്റി സിസ്റ്റർ, ഈ ഗ്രൂപ്പിലായിരിക്കുന്ന, ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ബ്രദർ ജാക്കോബ്, മറ്റ് സഹോദരങ്ങൾ, ദൈവഭൃത്യന്മാർ എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ദൈവസ്നേഹത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാത്തിലും വലുത് സ്നേഹമല്ലോ എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നാം ഒരുമിച്ച് സ്നേഹത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, ഐക്യതയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, കർത്താവിന്റെ വലിയ പ്രവൃത്തികളെ നമ്മളുടെ ഇടയിൽ നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഇന്ന് രാത്രികാലം എൻ്റെ പ്രധാന വിഷയം എന്നുള്ളത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പല പേരുകൾ ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതിൽ ചില പേരുകൾ മാത്രം എടുത്ത് ഞാൻ ഇന്ന് രാത്രികാലം ദൈവജനത്തോട് ചില കാര്യങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ പേരുകൾ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവെന്നും, ജ്ഞാനത്തിന്റെ ആത്മാവെന്നും, വിവേകത്തിന്റെ ആത്മാവെന്നും, ആലോചനയുടെ ആത്മാവെന്നൊക്കെയും ഇങ്ങനെ അനവധി പേരുകളെ നമുക്ക് ദൈവവചനത്തിലൂടെ കാണാൻ കഴിയും. സ്തോത്രം. ദൈവജനമേ, നാം ആയിരിക്കുന്നത് ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രമാണെന്നുള്ള ആ ബോധം എപ്പോഴും നമ്മുടെ ഇടയിൽ ഉണ്ട് എങ്കിൽ നിശ്ചയമായും ദൈവാത്മാവിന്റെ പ്രവൃത്തിയും നമ്മുടെ ഇടയിൽ ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നാമതായി എനിക്ക് എടുത്തു പറയാനുള്ളത് ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും ജനനം പ്രാപിച്ച ദൈവ പൈതലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. നാം എവിടെ ആയിരിക്കുന്നു, എങ്ങനെയായിരിക്കും എന്നുള്ളതല്ല, നാം എപ്പോഴാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളതല്ല, എപ്പോഴാണ് നാം പാട്ടുപാടുന്നത് എന്നുള്ളതല്ല, നാം ആയിരിക്കുന്ന എല്ലാ മണ്ഡലത്തിലും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ടെന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നാം അറിയുന്നുവല്ലോ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആ വാക്യം എടുത്ത് വായിക്കാൻ കഴിയുമെങ്കിൽ ഒരാൾക്ക് ആ വാക്യം എടുത്ത് വായിക്കാൻ കഴിയും. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ആ 16-ാം വാക്യം മാത്രം മതി. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ഒരു കൂട്ടം ജനമാണ് ദൈവജനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ദൈവത്തിന്റെ ആത്മാവില്ലാത്ത ഒരു ദൈവ പൈതലിന് ഇഹലോകത്തിൽ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഉള്ളവന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. കാരണം ഹല്ലേലൂയ, മറ്റുള്ള മണ്ഡലങ്ങളിലേക്ക് നാം ചിന്തിക്കുമ്പോ ഹല്ലേലൂയ, ഈ ആത്മാവിന് എതിരായുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഹല്ലേലൂയ ഭാരങ്ങളും നിരാശകളും ഒക്കെയാണ് ഹല്ലേലൂയ ഈ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ ദൈവ പൈതലിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഹല്ലേലൂയ അവന്റെ ഇച്ഛയല്ല,
ദൈവത്തിന്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുവാൻ സ്വർഗം നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികളെ ചെയ്തെടുക്കാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനമാണ് ഹല്ലേലൂയ നമ്മളെ നടത്തുന്നതെന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറായി തീരണം. അപ്പോഴേ എങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ ഈ ആത്മാവിന്റെ സാന്നിധ്യം എന്താണെന്നും ഈ ആത്മാവ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഹല്ലേലൂയ ആ ഒരു മണ്ഡലത്തിലേക്ക് നാം ഒന്ന് കടന്നു പോകുവാനിടയായി തീരണം. സ്തോത്രം. അവിടെ പറയും, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ ഏത് മണ്ഡലത്തിലായിരുന്നാലും അവന് എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് പ്രവർത്തിക്കുന്നത്, എപ്രകാരമാകുന്നു, ഹല്ലേലൂയ, തുടർന്നുള്ള നിമിഷങ്ങളിൽ അവന്റെ യാത്ര എങ്ങനെയായിരിക്കും, വരുന്ന ദിവസങ്ങളിൽ അവന്റെ യാത്ര എങ്ങനെ ആയിരിക്കും, ഇതെല്ലാം കൃത്യമായി നിശ്ചയിക്കുന്നത് നിന്റെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണെന്ന് നാം ഇന്ന് രാത്രികാലം മറന്നുപോകാതെ ഗ്രഹിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഒരു സാന്നിധ്യം എന്റെ മേലും എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ മേലും ദൈവഭൃത്യന്മാരുടെ മേലും ഉണ്ടെന്ന് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിന്റെ വേദന നിനക്ക് ഏതുമില്ലാതായി തീരും. സ്തോത്രം. നിന്റെ ഭാരം നിനക്ക് ഏതുമില്ലാതെയായി തീരും. പ്രൈസ് ദി ലോർഡ്. കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യമാണ് നിന്നെ ഓരോ മണ്ഡലങ്ങളിലേക്കും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഹല്ലേലൂയ ഒരു കഴിവ്, ഒരു കൃപ നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് അതിനിടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് അങ്ങനെ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും ഈ ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മേലെ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നും ഒക്കെയും പറയുമ്പോ ഹല്ലേലൂയ, സ്തോത്രം, ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനിടയായി തീരണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. രണ്ടാമത് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം, ജ്ഞാനത്തിന്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. നാം ചിന്തിക്കുന്ന പോലെയല്ല. സ്തോത്രം. പരിശുദ്ധാത്മാവിന് വലിയ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കുവാൻ നമ്മളിലൂടെ കഴിയും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സകല പ്രവൃത്തികളും ദൈവിക ജ്ഞാനത്താലാണ് ഉളവായിരിക്കുന്നത്. സ്തോത്രം. സ്തോത്രം. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോടും എനിക്ക് പറയാനുണ്ടത്, സ്തോത്രം, ദൈവിക ജ്ഞാനം, അതായത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവിക ജ്ഞാനത്താൽ ഹല്ലേലൂയ നമ്മുടെ കാഴ്ചപ്പാടുകളെ, നമ്മുടെ തീരുമാനങ്ങളെ, നമ്മുടെ ഹല്ലേലൂയ പ്രതിജ്ഞാബദ്ധമായ കാര്യങ്ങളെ നമ്മിൽ തന്നെ ഉറപ്പിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. നിങ്ങൾക്ക്, എന്നെ കേൾക്കുന്ന ദൈവജനത്തിന് ആർക്കെങ്കിലും ആ വാക്യം എടുത്തൊന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. സ്തോത്രം. ഇവിടെ ജ്ഞാനത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സകല പ്രവൃത്തിയും ദൈവിക ജ്ഞാനത്താലാണ് ഉളവായതെന്ന് ഞാൻ പറയാനിടയായി തീർന്നല്ലോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവിക ജ്ഞാനത്താലാണ് നമ്മുടെ ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ കാര്യങ്ങൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പലരും എന്ത് തന്നെ പറഞ്ഞാലും, ഏത് മണ്ഡലത്തിലേക്ക് യാത്ര ചെയ്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ അത് വിവേകമുള്ളതായിരിക്കും, അത് ജ്ഞാനമുള്ളതായിരിക്കും, അത് ആലോചന പറഞ്ഞു തരുന്നതായിരിക്കും. സ്തോത്രം.
ഏതൊരു മനുഷ്യന്റെയും ഹൃദയ നിലവാരങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അവനെ ഗൈഡ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ പറയാനിടയായി തീർന്നത്, ജ്ഞാനത്തിന്റെ ആത്മാവ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവിക ജ്ഞാനത്തോടെയാണ് കർത്താവ് സകലത്തെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ദൈവിക ജ്ഞാനത്തോടെയാണ് ഇത് നിർമ്മിച്ചതെങ്കിൽ, എന്നെയും നിന്നെയും ഹല്ലേലൂയ നിർമ്മിച്ചതെങ്കിൽ, ദൈവിക ജ്ഞാനപ്രകാരം ഞാനും നീയും നടക്കുവാനിടയായി തീരണം. അതിനാണ് നമുക്ക് നല്ലൊരു സ്നേഹിതനെ പോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉള്ളത്. ഏത് വിഷയത്തിലും ആലോചന ചോദിക്കുവാൻ, സ്തോത്രം, എപ്പോഴും അടുത്തു ചെല്ലുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. അത് ഒരു കാര്യം ഞാൻ പറയാനിടയായി തീർന്നു, ജ്ഞാനത്തിന്റെ ആത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ജ്ഞാനത്തിന്റെ ആത്മാവ് 146 സങ്കീർത്തനം അതിന്റെ 4-5 വാക്യം വായിക്കുമ്പോ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 146 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. ദയവായി ക്ഷമിക്കുക. 136 സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവനെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. അപ്പം ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവൻ. നമ്മൾ ഇന്ന് നമ്മുടെ വെളിയിലൊക്കെ ഇറങ്ങി ഇങ്ങനെ നോക്കുമ്പോ എത്രയോ മഹത്വകരമായ ഒരു ആകാശത്തെ കാണാനുണ്ടാകും. സ്തോത്രം. കർത്താവ് അതിനെ ജ്ഞാനത്തോടെ സൃഷ്ടിച്ചു, അളവുകൾ വെച്ച് നിർമ്മിച്ചു, അടിസ്ഥാനങ്ങൾ അതിനിട്ടു. അതിൽ ഏതെല്ലാം പ്രവൃത്തികൾ ഉണ്ടാകണം, എത്ര സ്റ്റാറുകൾ ഉണ്ടാകണം, ഏതെല്ലാം രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കണമെന്നൊക്കെ ജ്ഞാനമായവൻ അതിനെ സൃഷ്ടിച്ച് അതിൻ്റെതായ സമയവും സന്ദർഭങ്ങളൊക്കെ ക്രമീകരിച്ച് അതിനെ അങ്ങനെ നിർമ്മിച്ചു വച്ചിരിക്കുമ്പോ മനുഷ്യരാകുന്ന നമുക്ക് നോക്കുമ്പോ ഏതുമില്ല. എന്നാൽ അവൻ നിർമ്മിച്ചത് ജ്ഞാനത്തോടെയാ. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന ദൈവവേദന, ഞാൻ ദൈവസന്നിധി നിങ്ങളോട് പറയട്ടെ, നമ്മയും നിർമ്മിച്ച ദൈവം ജ്ഞാനത്തോടെയാ നിർമ്മിച്ചത്. ഹല്ലേലൂയ. നമ്മളുടെ ശരീരത്തിന്റെ മേൽ എത്ര ഞരമ്പുകളുണ്ട്, നാം ഏതെല്ലാം രീതിയിലായിരിക്കണം, അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകണം, അതിൽ ഏതെല്ലാം മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. എന്തൊക്കെ സയൻസ് പരമായും ഹല്ലേലൂയ മെഡിക്കൽ പരമായും ഒക്കെ വളരെ ഹല്ലേലൂയ അറിവുള്ള സഹോദരങ്ങൾ എന്നെ കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ചിന്തിച്ചാൽ നമുക്ക് കഴിയുമോ? അതുകൊണ്ട് ആ വചനം പറഞ്ഞു, ജ്ഞാനത്തോടെ കർത്താവിനെയൊക്കെ സൃഷ്ടിച്ചു. എന്നെ കേൾക്കുന്ന നമ്മയും നിർമ്മിച്ചത് അതിന് കർത്താവ് ജ്ഞാനത്തോടെയാ. സ്തോത്രം. നമ്മളുടെ ജീവിതത്തിൽ പലപ്പോഴും വ്യാകുലതകളാ. സ്തോത്രം. എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എന്റെ ശരീരത്തിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടല്ലോ, ഞാൻ ചില കാര്യങ്ങളിൽ കുറവുള്ളവനാണല്ലോ, ഞാൻ ചില കാര്യങ്ങളിൽ ബലഹീനനാണല്ലോ എന്നൊക്കെ നാം ഭാരത്തോടെയാണ് ഓരോ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രികാലം എനിക്ക് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് പറയാൻ കഴിയും, സ്തോത്രം, കർത്താവ് നിന്നെ ജ്ഞാനത്തോടെ സൃഷ്ടിച്ചത്. നീ എവിടെയായിരിക്കണമെന്നും എപ്രകാരമായിരിക്കണമെന്നും നിന്റെ ജീവിത രീതികൾ എപ്രകാരമായിരിക്കണമെന്നും സ്തോത്രം കർത്താവ് ജ്ഞാനത്തോടെ നിന്നെ സൃഷ്ടിച്ചാക്കി വെച്ചിട്ട് നിന്റെ മേൽ ആത്മാവിനെയും പകർന്നിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആ ആത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. നിന്റെ ശോധനയുടെ നടുവിൽ, നിന്റെ വേദനയുടെ നടുവിൽ, നിന്റെ ഭാരത്തിന്റെ നടുവിൽ, ഹല്ലേലൂയ, നീ നീറുന്ന വിഷയത്തിന്റെ നടുവിൽ ഈ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുവാൻ ഇടയായി തീരും. പലപ്പോഴും ആരുമില്ല എന്നൊരു തോന്നൽ എന്റെയും നിന്റെയും ഹൃദയത്തിൽ കടന്നു വരാം. എന്നാൽ ആ സമയത്ത് എനിക്ക് നിനക്ക് ചിന്തിക്കാനിടയായി തീരണം, പരിശുദ്ധാത്മാവിന്റെ മേൽ പകർന്നിട്ടുണ്ട്. ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ നാം തകർന്നു പോകത്തില്ല. പ്രിയ ദൈവം, ഇതിലെ തകർന്നു പോകാൻ ഇടയാകുകയില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതിനെ ആസ്പദമായി മറ്റൊരു വചനം കൂടി നമുക്ക്
ഈ രാത്രിയിൽ ചിന്തിക്കാനിടയായി തീരട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 33 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ആമേൻ. ന്യായവിധികൾ എത്ര അപ്രമേയവും ഉം. അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരിക്കുന്നവൻ ആർ? അവന് വല്ലതും മുൻപ് കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവൻ ആർ? സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. ആമേൻ. താങ്ക് യു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, അവന്റെ ന്യായവിധികൾ എത്ര പ്രേമം. നമ്മുടെ കാൽക്കുലേഷനിൽ വരുന്ന കാര്യമല്ലത്. നമുക്കത് ചിന്തിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ആ ഉന്നതനായ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായിരിക്കുക. പ്രിയ ദൈവത്തിലെ നമുക്ക് ചിന്തിച്ചാലൊന്നും അതിന്റെ ആഴവും ഹല്ലേലൂയ അതിന്റെ മഹത്വവും ഒന്നും നമുക്ക് നമ്മുടെ കണക്കൂട്ടലിലൊന്നും പെടുത്താൻ കഴിയത്തില്ല. സ്തോത്രം. പലപ്പോഴും നമ്മുടെ ഈ ചെറിയ ജീവിതം 7-10 ഏറെയായാൽ 80 മാത്രം എന്നൊക്കെ നാം പാടി ആശ്വസിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോ സ്തോത്രം നമ്മൾ അത്ര മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവിക പദ്ധതികൾ അങ്ങനെയല്ല. കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് മറ്റൊരു മണ്ഡലത്തിലേക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വാക്യത്തിലേക്ക് മടങ്ങി വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് പിന്നെയും നമുക്ക് മടങ്ങി വരാം. അവിടെ പറയാനിടയിത്തീർന്നു വിവേകത്തിന്റെ ആത്മാവ്. ആദ്യം ഞാൻ ജ്ഞാനത്തിന്റെ ആത്മാവിനെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. രണ്ടാമത് വിവേകത്തിന്റെ ആത്മാവ്. സ്തോത്രം. വിവേകത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോ ഉന്നതമായ അറിവ്. സ്തോത്രം. നിന്നെ ഉള്ളതുപോലെ അറിയുന്ന. സ്തോത്രം. നമ്മുടെ രഹസ്യമായതും പരസ്യമായതുമായ എല്ലാ കാര്യങ്ങളെയും അതിന്റെ അളവ് കൃത്യമായി അറിയുന്ന സാന്നിധ്യം. നമ്മുടെ സഹോദരങ്ങൾക്കോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കോ നമ്മുടെ കുടുംബത്തിനോ ആർക്കും അതിന്റെ അളവ് അറിയാൻ കഴിയത്തില്ല. എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന ആത്മസാന്നിധ്യത്തിന് അതിന്റെ അളവ് കൃത്യമായി അറിയാം. സ്തോത്രം. അതാണ് വിവേകത്തിന്റെ ആത്മാവിനെ കുറിച്ച് അവിടെ പറയുന്നത്. സ്തോത്രം. വിവേകത്തിന്റെ ആത്മാവ്. അടുത്ത കാര്യത്തെ കുറിച്ച് പറയുന്നു ആലോചനയുടെ ആത്മാവ്. ഹല്ലേലൂയ. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മനുഷ്യന്റെ ആലോചനയെ മറിച്ച് കളയുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം. അതാണ് ഒരിക്കൽ യോബ് പറഞ്ഞത്. യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അവന്റെ അറിവ് കൂടാതെ അവന്റെ ആലോചനയെ മറിച്ച് കളയും. നമ്മുടെ പ്ലാനും പദ്ധതിയിലും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ നിലനിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിന്നിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ആലോചന നടക്കത്തില്ല. ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ടോ അത് നിന്റെ ജീവിതത്തിൽ നിറവേറും. പ്രൈസ് ദി ലോർഡ്. അത് മുറിക്കാനാണോ, മുറിവ് കെട്ടാനാണോ, മറ്റൊരു മണ്ഡലത്തിലേക്ക് നടത്താനാണോ, അല്പം ഭാരങ്ങളിലൂടെ നിരാശയുടെ നടത്താനാണോ? ഇത് ദൈവിക പദ്ധതിയാണെന്ന് ദൈവത്തിൽ നാം വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മള് പ്രാർത്ഥനയിൽ ശാസിക്കുകയും ഫൽസിക്കുകയൊക്കെ ചെയ്യുന്നവരാ. എന്നാൽ ദൈവിക പദ്ധതിയെ നാം തിരിച്ചറിയുന്നവരായി തീരണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ ഒരു രോഗം കടന്നു വരട്ടെ, ഒരു ഭാരം കടന്നു വരട്ടെ, ഒരു നിരാശ കടന്നു വരട്ടെ, ഒരു വേദനയുടെ അനുഭവം കടന്നു വരട്ടെ, ഇതിനെ വിവേചിക്കുവാനുള്ള ദൈവത്തിന്റെ കൃപ നമ്മുടെ മേലുണ്ട്. അത് നാം മറന്നു പോകരുത്.
സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ ആലോചന നിശ്ചയമായും ശാശ്വതമായിട്ടുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ടാണ് 33-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ ആലോചന ശാശ്വതമായും അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായും നിൽക്കുന്നതാണ്. ഒറ്റ പ്രാവശ്യം കൊണ്ട് തീർന്നു പോകുന്നതല്ല, ഒരു ദിവസം കൊണ്ട് തീർന്നു പോകുന്നതല്ല, അത് തലമുറ തലമുറയായി നിലനിൽക്കുന്നതാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവവേദന ഞാൻ പറയട്ടെ, സ്തോത്രം, നിന്നിലൂടെ തീർന്നു പോകുന്ന ഒരു അഭിഷേകമല്ല, ദൈവിക അഭിഷേകം. പ്രൈസ് ദി ലോർഡ്. അത് തലമുറ തലമുറയായി നിന്റെ രാത്രിയിൽ യാമാരംഭത്തിലെ പ്രാർത്ഥന, അല്ല നീ കൂട്ടായ്മയിലൂടെയുള്ള നിന്റെ പ്രാർത്ഥനകൾ, ആത്മാവിന്റെ എരിവോടുള്ള നിന്റെ ഓട്ടം, ഇതൊക്കെയും ഹല്ലേലൂയ നീ തീർന്നു പോയാലും തീർന്നു പോകുന്നതല്ല, അത് തലമുറ തലമുറ തലമുറയായി ഹല്ലേലൂയ അത് ആവരിച്ചു കൊണ്ടിരിക്കും, അത് അതിന്റെ പ്രവൃത്തിയെ ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ള കാര്യം ഇന്ന് രാത്രികാലം ദൈവജനത്തെ ഞാൻ ഓർപ്പിക്കട്ടെ. സ്തോത്രം. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയുടെ ആലോചന ശാശ്വതമായി. പ്രൈസ് ദി ലോർഡ്. അവന്റെ ഹൃദയ വിചാരങ്ങൾ തലമുറ തലമുറയായി നിൽക്കുന്നതാണ്. ഇന്നുകൊണ്ട് തീർന്നു പോകുന്നതല്ല പ്രിയ ദൈവവേദനേ. ഇന്നത്തെ നിന്റെ കൂട്ടായ്മ, നിന്റെ പ്രാർത്ഥന, നിന്റെ ആരാധന, അതൊക്കെ ഇന്നുകൊണ്ട് അല്ലെങ്കിൽ തീർന്നു പോകുമെന്ന് ചിന്തിച്ചു കളയരുത്. ഹല്ലേലൂയ. അതിന്റെ അനുഗ്രഹം പ്രാപിപ്പാൻ ഒരു കൂട്ടം തലമുറകൾ നിന്റെ മുമ്പിലുണ്ട്. സ്തോത്രം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ ആലോചന ശാശ്വതമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ആരംഭത്തിൽ അവസാനവും. 46-ാം സങ്കീർത്തനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേൽമാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കുമെന്ന് ഞാൻ പറയുന്നു. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആലോചന അതാ. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എന്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എന്റെ താല്പര്യമൊക്കെയും അനുഷ്ഠിക്കും. മാനുഷിക പദ്ധതികളല്ല ദൈവിക ആലോചന, മാനുഷികമായ വിചാരങ്ങളല്ല ദൈവിക വിചാരം. ക്ഷണികനായ മനുഷ്യന്റെ ചിന്തകൾ പലപ്പോഴും അവനെ അഗാധമായ വേദനയിലേക്ക് കടത്തിവിടുമ്പോ, നിരാശയിലേക്ക് പറഞ്ഞു വിടുമ്പോ, സ്തോത്രം, ദൈവിക ആലോചനയെ നാം മറന്നു കളയരുതേ പ്രിയ ദൈവജനമേ. നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിന്റെ ഇഷ്ടം. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവന്റെ ഗിതപ്രകാരം നിൽക്കാൻ മാത്രമാ. സ്തോത്രം. നാം അത് ചെയ്യുവാൻ തയ്യാറാകുമ്പോ ദൈവിക പദ്ധതികൾ നമ്മൾ ഉടലെടുക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമുക്കുണ്ടാകുവാൻ ഇടയായി തീരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഹല്ലേലൂയ, ദൈവിക ആലോചന ഇവിടെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. അതേ ആ വാക്യത്തോടനുബന്ധമായി മറ്റൊരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്മേലും ദൃഷ്ടി വെക്കുന്നു. ആമേൻ. താങ്ക് യു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ പറയുന്നു, നീ ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമാകുന്നു. ഓരോരുത്തവനും അവനവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന്
നീ മനുഷ്യരുടെ എല്ലാ വഴികളിന്റെ മേലും ദൃഷ്ടി വെക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെതിരെ ഒരു ക്യാമറ ഉണ്ടെന്നേ, നമ്മുടെ കൂടെ എല്ലാം വീക്ഷിക്കുന്ന, നമ്മൾ എപ്രകാരമായിരിക്കുന്നു, എങ്ങനെ പോകുന്നു, എവിടെ ആയിരിക്കുന്നു, എല്ലാം വീക്ഷിക്കുന്ന ഒരു ക്യാമറ. അതവിടെ പറയുന്നത്. സ്തോത്രം. നീ മനുഷ്യരുടെ എല്ലാ വഴികളിന് മേലും ദൃഷ്ടി വെക്കുന്നു. സ്തോത്രം. നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ താല്പര്യങ്ങൾക്കും അപ്പുറമായി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിന് കീഴ്പ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഇടയാക്കുമാറാകട്ടെ. സ്തോത്രം. ദൈവത്തിന്റെ ആലോചന അത് മാറുന്നതല്ല ദൈവവൈതലേ. ദൈവിക വാഗ്ദത്തം അത് മാറുന്നതല്ല. സ്തോത്രം. ഇതെല്ലാം ഉളവാകുന്നത് ഈ ആത്മാവിൽ നിന്ന്. നാം മറന്നു പോകരുത്. നമ്മുടെ വ്യാപരിക്കുന്ന ആത്മാവിന്റെ സാന്നിധ്യത്തെ കുറിച്ച് നാം മറന്നു പോകരുത്. ഹല്ലേലൂയ. ഈ ആത്മാവ് എന്നുള്ളത് അത് ബലത്തിന്റെ ആത്മാവാണ്, അത് പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്. ആ വായിക്കാനിടയായി തീർന്നല്ലോ യെശയ്യാ പുസ്തകത്തില്. ഹല്ലേലൂയ. ബലത്തിന്റെ ആത്മാവാണ്, അത് പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, യഹോവ ഭക്തിയുടെ ആത്മാവാണ്. സ്തോത്രം. ദൈവത്തോടുള്ള സ്നേഹവും ദൈവത്തോടുള്ള ഭക്തിയും നമ്മൾ ഉളവാകുന്നത് നാമായിട്ടുളവാക്കിയാൽ ഉളവാകുന്നതല്ല. നമ്മുടെ മേൽ ആ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രിയ ദൈവജനമേ, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണല്ലോ, നാം ആരാധിക്കുന്നവരാണല്ലോ. എന്നാൽ ഈ ആത്മാവിന്റെ സാന്നിധ്യമില്ലാത്തൊരു പ്രാർത്ഥനയും ആരാധനയും അതിനെങ്കിൽ ദൈവത്തിന് പ്രസാദം ഉണ്ടാകില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ യഹോവ ഭക്തിയുടെ ആത്മാവാണ്. ഇതുണ്ടാകണം നമ്മുടെ മേല്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ ഭയപ്പെടുവാൻ നമ്മുടെ മേലൊരു ചൈതന്യം ഉണ്ടാകണം. ആത്മസാന്നിധ്യത്തിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിടയായി തീരട്ടെ. അത് യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് സദർശവാക്യത്തിൽ നമ്മളെല്ലാം കാണാതെ പിടിച്ചു വെച്ചിരിക്കുന്നവർ. എന്നാൽ ഈ ആത്മാവിന്റെ സാന്നിധ്യമില്ല എങ്കിൽ ഹല്ലേലൂയ നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. പ്രിയ ദൈവജനമേ, ഈ ആത്മാവിന്റെ സാന്നിധ്യം എന്നുള്ളത് അത് നിർമ്മലമാണ്. അത് നിന്നെ ദോഷത്തിൽ നിന്ന് മാറ്റി സഞ്ചരിക്കാൻ ഇടയാക്കുന്നതാണ്. അത് നിന്നെ പാപത്തിൽ നിന്നും മാറ്റി സഞ്ചരിക്കാൻ ഇടയാക്കുന്നതാണ്. അത് നിന്റെ ആയുസ്സിനെ ദീർഘമാക്കുന്നതാണ്. അത് നിനക്ക് സൗഖ്യം തരുന്നതാണ്. അത് നിനക്ക് ബലം തരുന്നതാണ്. അത് നിന്റെ വാഗ്ദത്തങ്ങൾ നിറവേക്കുവാൻ ഇടയായിത്തീരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അത് സത്യത്തിന്റെ ആത്മാവാണ്. യേശുവിന്റെ നാമത്തിൽ ചെയ്യും. സ്തോത്രം. ഹല്ലേലൂയ. അത് നിനക്ക് സൗഖ്യമായി വ്യാപരിക്കുന്നതാണ്. ഹല്ലേലൂയ. അത് നിനക്ക് സന്തോഷം പകരുന്നതാണ്. ആ ആത്മാവാണ് നമ്മുടെ ശരീരത്തിന്റെ മേൽ വ്യാപരിക്കുന്നതെന്ന് ദൈവവേദനയെ നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം 13-14 വാക്യം പറയുന്നു, അവനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിനു വേണ്ടി
തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പ്രിയ ദൈവജനത്തോട് ആദ്യം പറയാനിടയായി തീർന്നത്, നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരു മുദ്ര നിന്റെ മേൽ ചെയ്തിട്ടുണ്ട്. നാം ചിന്തിക്കുന്നതിനും നാം പറയുന്നതിനും നാം നടക്കുന്നതിനും എല്ലാത്തിനും ഒരു കണക്കിന്റെ പുസ്തകവുമായി ഒരു ടെക്സ്റ്റ് ബുക്ക് അല്ല, ഒരു നോട്ട് ബുക്ക് ആ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിൽ കരുതിയിട്ടുണ്ടെന്ന്. ഈച്ച് പോയിന്റ് അത് നോട്ടഡ് ആണ്. അപ്പോ ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മെ വഴി നടത്തുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമുക്ക് സൗഖ്യം തരുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ ഇടയായി തീരുന്നത്. സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിന്നെ യഹോവ ഭക്തിയിലേക്ക് നയിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിന്റെ ജ്ഞാനത്തിൽ നിലനിർത്തുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിന്നെ ദോഷത്തിൽ നിന്ന് മാറ്റി സഞ്ചരിപ്പിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിന്നെ അപകടത്തിൽ നിന്ന് മാറ്റി സഞ്ചരിപ്പിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിന്നെ രോഗത്തിൽ നിന്ന് നിനക്ക് മുക്തി തരുന്നത്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് നിന്റെ ആത്മീയ ഭൗതിക മണ്ഡലങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളെയും നോട്ട് ചെയ്യുന്ന ഒരു പരിശുദ്ധാത്മാവും കൂടെ നമ്മുടെ ഇടയിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് അതും. നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു കണക്ക് എഴുതി വെക്കാൻ ഒരു നോട്ട് ബുക്ക് കൂടെ നമ്മുടെ ഇടയിൽ തന്നെ കരുതിയിട്ടുണ്ടെന്ന്, നമ്മളിൽ തന്നെ കരുതിയിട്ടുണ്ട്. ഫ്രൈസല്ലോ, കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് ആ വാക്യം അങ്ങനെ വായിക്കാനിടയായി തീർന്നത്. ലൂക്കോസിന്റെ സുവിശേഷം ഒരു വാക്യം കൂടെ വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം അതിന്റെ 49-ാം വാക്യം. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ എന്നും അവരോട് പറഞ്ഞു. സ്തോത്രം. ആ വാക്യത്തിന്റെ ആധികാരികമായ കാര്യങ്ങൾ എന്നെ കേൾക്കുന്ന ദൈവജനത്തിൽ ഏറെ പേർക്കും അറിയാവുന്നതാണ്. സ്തോത്രം. ദൈവിക വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട് എന്നൊക്കെ കരുതി മാറിയിരുന്നാൽ അത് പ്രാപിക്കാനിടയാൻ നമുക്ക് കഴിയത്തില്ല. അതിനല്പം വിലയും കൂടെ കൊടുക്കണം. ചിലപ്പം ആ വില കൊടുക്കുന്ന സന്ദർഭങ്ങളിൽ അല്പം വേദനയൊക്കെ വരും, അല്പം നിരാശ വരും. സ്തോത്രം. എങ്കിലും കർത്താവ് അവിടെ പറഞ്ഞു എന്തുവാ? ആ ശക്തി പ്രാപിക്കുവോളോ നീ അവിടെ നിൽക്കണം. എവിടെ നിന്നെ ആക്കി വെച്ചെടുത്ത് നിൽക്കണമെന്ന്. എവിടെയാണോ നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് അവിടെ നിൽക്കണം. ആ ദൈവിക വാഗ്ദത്തം നിറവാനുള്ളൊരു മുഖാന്തരമാണ്. സ്തോത്രം. അവിടുന്ന് മാറിയാൽ നമുക്കത് പ്രാപിക്കാൻ ഇടയായി തീരത്തില്ല. അവിടുന്ന് മാറിയാൽ അതിന്റെ പൂർണ്ണത കാണാൻ നമുക്ക് ഇടയായി തീരത്തില്ല. ദൈവവചനം പറയുന്നത് നീ അവിടെ നിൽക്കണം, നിന്നാൽ നീ അത് പ്രാപിക്കും. സ്തോത്രം. അപ്പൊ ആ വാക്യത്വം നിറവേറണമെങ്കിൽ നാം ഉറപ്പോടെയും ധൈര്യത്തോടെയും നിൽക്കുവാനിടയായി തീരണം. ആ സമയത്ത് ചിലപ്പോൾ പ്രതികൂലത്തിന്റെ കാറ്റുകൾ വീശാം, പ്രതിസന്ധികളുടെ അനുഭവങ്ങൾ മുമ്പിൽ വരാം, സഹോദരങ്ങളിൽ നിന്നുള്ള കുത്തുവാക്കുകൾ കേൾക്കാം, എന്തും പറയാം, എന്തും സംഭവിക്കാം. എന്നാൽ ഒരു കാര്യം നീ മറന്നു പോകരുത്, ഇത് എന്നോട് എന്റെ കർത്താവ് പറഞ്ഞേക്കുന്നത്.
അവൻ അത് നിറവേറ്റുക തന്നെ ചെയ്യും. സ്തോത്രം. മറ്റൊരു സ്ഥാനത്ത് നിന്നെ കൊണ്ടുപോകാമെന്നാണ് കർത്താവ് നിന്നോട് വാഗ്ദത്തം പറഞ്ഞെങ്കിൽ എന്റെ ദൈവം നിന്നെ കൊണ്ടുപോകുന്നേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവന് അച്ചാരമായി അതാ തന്നിരിക്കുന്നത് നിന്റെ മേൽ. പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. അതിന് മുദ്രയിട്ടാ തന്നിരിക്കുന്നത്. ആർക്കും തകർത്ത് കളയാൻ കഴിയത്തില്ല, ആർക്കും അത് എടുത്തു മാറ്റാൻ കഴിയത്തില്ല, ഒരു ശക്തിക്കും അതിനെ മാറ്റിക്കളയാൻ കഴിയത്തില്ല. കാരണം അത് ദൈവം തമ്പുരാൻ തന്നതാ. അത് ലോകത്തിൽ നിന്ന് 2 പൈസ കൊടുത്ത് വാങ്ങിയതല്ല. ഒരു ഭൗതിക നന്മ കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ അതിനെ മാറ്റിക്കളയാൻ കഴിയും, അതിനെ ചോർത്തിക്കളയാൻ കഴിയും, അതിനെ മോഷ്ടിച്ചു കൊണ്ടുപോകാൻ കഴിയും. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നുള്ളത് ഒരു ദൈവ പൈതലിന്റെ മേൽ കർത്താവ് പറഞ്ഞിരിക്കുന്നതാണെങ്കിൽ അത് ദൈവത്തിനല്ലാതെ മറ്റാർക്കും മാറ്റിക്കളയാൻ കഴിയത്തില്ല. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. അങ്ങനെയെങ്കിൽ ആ സാന്നിധ്യം വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രികാലവും ഈ സൂം പ്രാപ്തിയിലൂടെ എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ ഇടയിലേക്ക് ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇന്ന് രാത്രിയിൽ വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ആ സത്യത്തിന്റെ ആത്മാവിനെ നാം മുറുകെ പിടിക്കുവാനിടയായി തീരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയം മുന്നോട്ട് കടന്നു പോകുന്നല്ലോ, നമുക്ക് പിന്നെയും മടങ്ങി വരാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ ഗൈഡ് ചെയ്യാനിടയായി തീർന്നു. പ്രിയ ദൈവവേദലേ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, സ്തോത്രം, നാളെ എന്ന പകൽക്കാലം എന്ത് സംഭവിക്കും, എങ്ങനെ ചെയ്യും എന്നുള്ള വിചാരങ്ങൾ, ഇതെല്ലാം മാനുഷികമാണ്. സ്തോത്രം. എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങളാ. എന്നാൽ നിന്നിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന് അറിയാം നീ എപ്രകാരം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത്. എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ആ പരിശുദ്ധാത്മാവിനൊന്ന് കീഴ്പ്പെടാൻ നമുക്കിടയായി തീരുമോ? സ്തോത്രം. കർത്താവേ, ആ ആത്മാവിൽ എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണമേ. അങ്ങയോട് ഞാൻ എടുത്ത തീരുമാനം, അങ്ങുമായുള്ള ബന്ധത്തിൽ ഞാൻ എന്ത് തീരുമാനമെടുത്തോ അന്നു മുതൽ ഈ പരിശുദ്ധാത്മാവ് എന്നിൽ ഉണ്ടല്ലോ. രാത്രി കാലം നമുക്കൊന്ന് പ്രാർത്ഥിക്കാനിടയായി തീരുമോ? കർത്താവേ, നാളെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി നിരാശകൾ എൻ്റെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഞാൻ അങ്ങയുടെ കരത്തിൽ തരികയാണ്. എന്നെ ഒന്ന് ഗൈഡ് ചെയ്യണമേ, എന്നെ ഒന്ന് നടത്തണമേ, ആവശ്യമായ ആലോചന എനിക്ക് പറഞ്ഞു തരണമേ, സമാധാനത്തിന്റെ ആത്മാവിനെ എന്നിൽ ഒന്ന് പകരണമേ. സ്തോത്രം. നിരാശയുടെ മണ്ഡലങ്ങളിൽ മുമ്പിൽ കടന്നു വരാം, എന്നാൽ അതിനെ അഭിമുഖീകരിക്കുവാൻ സമാധാനത്തിന്റെ ഒരു ആത്മാവിന്റെ മേലൊന്ന് പകരണമേ. വേദനയുടെ നിമിഷങ്ങൾ എൻ്റെ മുമ്പിൽ കടന്നു വരാം. കർത്താവെ, അത് സൗഖ്യമാക്കുവാൻ അങ്ങയുടെ ശക്തിക്ക് കഴിയുമല്ലോ എന്ന് പറയാൻ ദൈവജനമേ നമുക്കിടയായി തീരുമോ? നമ്മുടെ ഹൃദയത്തിന്റെ നിലവാരങ്ങളെ അറിയുന്ന ദൈവം നാം ദൈവസന്നിധിയിൽ എപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ അപ്രകാരം അവൻ നമ്മളോട് ഇടപെടുവാനിടയായി തീരും. പ്രിയ ദൈവജനമേ, സ്തോത്രം. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനിടയായി തീർന്നു. ദൈവത്തിന്റെ ആത്മാവ്, സ്തോത്രം, നമ്മൾ വസിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയാനിടയായി തീർന്നു. അത് ജ്ഞാനത്തിന്റെ ആത്മാവാണെന്ന് പറയാനിടയായി തീർന്നു. അത് വിവേകത്തിന്റെ ആത്മാവാണെന്ന് പറയാനിടയായി തീർന്നു. അത് ആലോചനയുടെ ആത്മാവാണെന്ന് പറയാനിടയായി തീർന്നു. ഒരു മാനുഷികമായ ബന്ധത്തിൽ നമ്മുടെ അനുദിന ഹല്ലേലൂയ ജീവിതയാത്രയിൽ എല്ലാ കാര്യത്തിലും പരിശുദ്ധാത്മാവിന്റെ സ്ഥാനമുണ്ടെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാനിടയായി തീർന്നല്ലോ. അതുകൊണ്ട് ഖേദിക്കേണ്ടതില്ല, ഭാരപ്പെടേണ്ടതില്ല. ഈ ആത്മസാന്നിധ്യത്തിൽ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. വലിയവനായ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. എന്നെ കേട്ട എല്ലാ ദൈവജനത്തോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. വിശേഷാൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിക്കുകയും എനിക്ക് ഈ അവസരത്തെ ഒരുക്കിയ പ്രിയ സഹോദരിയോടും അല്ലെങ്കിൽ ലീഡ് ചെയ്ത സഹോദരങ്ങളോടും എല്ലാവരോടും
ഞാനുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, നിത്യനായ ഞങ്ങളുടെ കർത്താവേ, നല്ല സമയത്തിനായി നന്ദി പറയുന്ന കർത്താവേ, രാത്രികാലം ഒരുമിച്ച് ഞങ്ങൾക്ക് കർത്താവേ അങ്ങയുടെ വചനത്തിന്റെ സത്യങ്ങളെ പിന്നെയും ഒന്ന് ഓർപ്പിച്ചുണരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കേട്ട എല്ലാ ദൈവജനത്തെയും ദൈവഭൃത്യന്മാരെയും എല്ലാവരെയും തിരുക്കരത്തിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവത്തിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. താങ്ക് യു.